ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഒരു ലേസി ഡേ തുടങ്ങുന്നു. ഇവിടെ വന്നതിന് ശേഷം എല്ലാം മിക്കവാറും ലേസി ഡേയ്സ് ആണ്. പക്ഷെ ഉച്ച കഴിയുമ്പോൾ ബിസിയാവും. ആ ബിസിനെസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള കറക്കം തന്നെയാണ് മെയിൻ. അപ്പോൾ ഞാനിപ്പോൾ ഞങ്ങളുടെ ബാൽക്കണി ഏരിയയിൽ വന്ന് നിൽക്കുകയാണ്, ഇരിക്കുന്നു. ഓക്കെ, റിലാക്സിങ്, നല്ല രസമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ജനറലി വിന്റർ ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സുഖമുണ്ട്. പകലും ഒക്കെ വലിയ ചൂടൊന്നുമില്ല, രാത്രി അത്യാവശ്യം നല്ല തണുപ്പുണ്ട്, ഭയങ്കര രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റാണ്. സോ നൈസ്, റിലാക്സിങ് ഡേയ്സ് എന്ന് തന്നെ പറയാം. വലിയ ഹെക്റ്റിക് അല്ല, വളരെ ലക്ഷാളി ആയിട്ട് പുറത്ത് പോകുന്നു, വരുന്നു, വീട്ടിൽ റിലാക്സ് ചെയ്യുന്നു, എൻ്റെ കുടുംബങ്ങളുമായിട്ട് മാക്സിമം സമയം സ്പെൻഡ് ചെയ്യുന്നു. കുടുംബങ്ങളെ ഹലോ, കുടുംബം ഭയങ്കര സന്തോഷം. ഹലോ പറയൂ. അയ്യോ, എന്റെ ക്ലിപ്പ് എടുത്തിട്ട് പോയി. ഹലോ ഇങ്ങനെ പറയൂ. ഹലോ 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 ഹലോ. എന്റെ കണ്ണാടി അകത്ത് വെച്ചിട്ട് വന്നിരിക്കുവാണ് ഇവിടെ. അയ്യോ, വിത്തൗട്ട് ഗ്ലാസ് ആണ് കേട്ടോ. വിത്തൗട്ട് ഗ്ലാസ്, വിത്തൗട്ട് മേക്കപ്പ് ഇങ്ങനെ ഇരിക്കുവാണ്. പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ മേക്കപ്പിന്റെ ആവശ്യമുള്ളൂ, അല്ലാത്ത സമയം എങ്ങനെയൊക്കെ ഇരുന്നാലും നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. മറ്റേ ക്യാമറയിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുറത്ത് പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ഇടും. യേസ് മോളെ, യേസ്. ഓ ലോലിപോപ്പ്, ചുമ്മാ അഭിനയിക്കുകയാണെ. ഇറ്റ്സ് നോട്ട് എ ലോലിപോപ്പ്, മറ്റേ ഒരു ടോയ് ആണ്. പക്ഷെ ലോലിപോപ്പ് പോലെ എന്നെ കാണിച്ചു തരാണ്, വാങ്ങിച്ചു കൊടുക്കാനാണ്. അതിന് ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഇങ്ങനെ കാണിക്കും. ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അയ്യോ, ക്യൂട്ടി ഗേൾ, ഇങ്ങനെ ഓരോ ഫണ്ണി ആയിട്ടൊക്കെ കാണിച്ചിട്ടാണ്. ആ ഓ യു 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 ഡു യു വാണ്ട് എ ഹോട്ട് ചോക്ലേറ്റ്? ഹോട്ട് ചോക്ലേറ്റ്, കശു. ഓക്കെ, ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ചോക്ലേറ്റ്. അതിന് കശു എന്നാണ് പറയുന്നത്. കശു എന്നാണ് സ്വന്തമായിട്ട് ഇട്ടിരിക്കുന്ന പേര് ചോക്ലേറ്റ്. ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കിയാൽ ഓ യെസ്, കുടുവിനൊരു ഹോട്ട് ചോക്ലേറ്റ്. എനിക്ക് അനുകുട്ടിക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. കഴിക്കാം, ഉണ്ടാക്കാം. നൈസായിട്ടിരിക്കില്ല. എന്നിട്ട് ഉച്ച കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും. ഈ വ്യൂ ആണ്. ഓക്കെ, ഇപ്പോഴത്തെ കാഴ്ചകൾ. വലിയൊരു കൺസ്ട്രക്ഷൻ നടക്കുക കേട്ടോ. ഇറ്റ്സ് എ ബിഗ് ബിൽഡിംഗ്. കുറേ നിലയുള്ളൂ. അതിൻ്റെ താഴത്തെ ഒരു കുറച്ച് ഭാഗം ഒരു ഷോപ്പിംഗ് മോൾ ആയിരിക്കും എന്ന് പറയുന്നു. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇതെല്ലാം ഇനി ബിൽഡിങ്സ് കൊണ്ടെന്ന് അറിയും. ഡാന്യൂബ് എന്ന് പറയുന്ന അവരാണ് അവിടെ എടുത്തിരിക്കുന്ന ബിൽഡേഴ്സ്. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ തന്നെ ആണ്. ഇപ്പോൾ അവരെല്ലാം പർച്ചേസ് ചെയ്തതാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ഓ മോനെ, യെസ്, വി ആർ ഗോയിങ് ഇൻസൈഡ്. ഒരു ഹോട്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ പോണു, ഇറ്റാലിയൻ സ്റ്റൈൽ. ഓക്കെ, അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആദ്യം എടുക്കാം. അൺസ്വീറ്റൻഡ് ആണ്. 4 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര മധുരം ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. ജനറലി എനിക്ക് എല്ലാം കുറച്ച് സ്വീറ്റായിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇവിടുത്തെ പഞ്ചസാരയ്ക്ക് അങ്ങനെ വലിയ മധുരമില്ല. എന്തായാലും ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എടുക്കുന്നു. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ചേർക്കും. 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, കോൺഫ്ലവർ. ഇനി കുറച്ച് പാല് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് കുറച്ച് ചോക്ലേറ്റ് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് അല്ല എടുത്തത്, മിൽക്ക് ചോക്ലേറ്റ് ആണ്. കുക്കിംഗ് ചോക്ലേറ്റ് തന്നെയാണ്. ഇതിപ്പോൾ ഏകദേശം ഒരു 1 കപ്പ് അടുപ്പിച്ചുണ്ട്. ഓക്കെ, ഒരു 150 ഗ്രാം എന്ന് പറയാം. ഒരു 150 ഗ്രാമെങ്കിലും വരും ഇത്. ഓൾമോസ്റ്റ് 1 കപ്പ്. ഓക്കെ, ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ടയില്ലാണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് സാധാരണ ഇത് ശരിക്കും പറഞ്ഞാൽ തണുത്ത പാലാണ്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാലാണ്. ഓക്കെ, ചെറു ചൂട് പാലാണെങ്കിൽ കുറച്ചും കൂടി ചെയ്യാം. പക്ഷേ കോൺഫ്ലവർ ഉള്ളതുകൊണ്ട് ചെറു ചൂട് പാൽ വേണ്ട, ഇങ്ങനെ മതി. പഞ്ചസാരയുടെ തരിയും കൂടി ഉള്ളതുകൊണ്ട് ലംസ് ഇല്ലാണ്ട് തന്നെ കൊക്കോ പൗഡർ മിക്സ് ആയി കിട്ടും. ഇവിടെ പുറത്ത് ഭയങ്കര വർക്ക് എന്തോ നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം കൂടി ഉണ്ട് കേട്ടോ. അത് വലിയില്ലാതൊരു വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ട്, കാര്യമാക്കണ്ട. ഓക്കെ, ആ മിക്സ് ചെയ്ത സ്ലാറി റെഡിയാണ്. ഓക്കെ, പിന്നെ ചോക്ലേറ്റ്സ് റെഡിയാണ്. ഇനി പാലൊഴിക്കാം, എന്നിട്ട് തുടങ്ങാം.
ഈ 3 കപ്സ് കൂടാണ്ട് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് പാലെടുത്തിട്ടാണ് ആ കൊക്കോ പൗഡറും അതെല്ലാം മിക്സ് ചെയ്തത്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങൾ കൂടി ചേർക്കാം. പാല് ചെറുതായി ചൂടായി തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല, ഭയങ്കര ഹീറ്റഡ് ആയിട്ടില്ല. ഓക്കെ, ചെറുതായിട്ട്. ഇത് ഭയങ്കര തണുത്ത പാലായിരുന്നല്ലോ, ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് എടുക്കുമായിരുന്നു. ഇനി നമുക്ക് കൈയെടുക്കാണ്ട് ഇളക്കി കുറുക്കിയെടുക്കും. ഇനി കൈ എടുക്കാണ്ട് ഇളക്കി. അപ്പോൾ ആ സ്ലറി കംപ്ലീറ്റ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. ഞാനിപ്പോൾ അത് വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തു. മറ്റേ കുറച്ച് ചെറിയ പാത്രമായിരുന്നു, എനിക്ക് തെറ്റിപ്പോയത്. ഓക്കെ, അപ്പോൾ ഇനി ഇതൊന്ന് ചെറുതായിട്ട് സിമ്മർ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ കുറുകാൻ തുടങ്ങുന്ന ഒരു സ്റ്റേജിലാകുമ്പോൾ, ആ ഒരു സ്റ്റേജ് ഒരു സിമ്മറിങ് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വരില്ലേ, പതം നമ്മളെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് പീസസും കൂടി ചേർക്കാം. അവരിക്കുന്നു പോടോ. ഈ ചൂടിലേക്ക് ഇട്ടാൽ മതി, അത് മെൽറ്റ് ആയിക്കോളും. ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ് ഗെറ്റിംഗ് റെഡി. നോക്കിയാൽ നമ്മുടെ ഈ തവിയുടെ ബാക്കിൽ ഇങ്ങനെ ഒട്ടുന്ന മീൻസ് ഇങ്ങനെ കവറാകുന്ന പോലെ ഇതുപോലത്തെ ഒരു സ്റ്റേജ്. ഈ ഒരു ഇതിലാണ് നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ പോറിങ് കൺസിസ്റ്റൻസിയാണ്, പ്ലസ് ആവശ്യത്തിന് തിക്നെസ്സും ഉണ്ടാകും. ഇതിപ്പോൾ ഞാൻ ഡാർക്ക് ചോക്ലേറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഡാർക്ക് കളർ കിട്ടി. ഇതിപ്പോൾ ഞാൻ ലൈറ്റായിട്ടുള്ള നമ്മുടെ സാധാരണ മിൽക്ക് ചോക്ലേറ്റാണ് യൂസ് ചെയ്തത്. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് അത്ര ഇഷ്ടമല്ല. സോ എല്ലാം മെൽറ്റായി കഴിഞ്ഞു. ബോയിലിംഗ് പോയിന്റിൽ എത്തിയിട്ടാണ് ഞാൻ ചോക്ലേറ്റ്സ് ഇട്ടത്, അത് മതി. അത് കഴിഞ്ഞിട്ട് മെൽറ്റ് ചെയ്യുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ചെയ്താൽ മതി. യെസ്, അവർ ഹോട്ട് ചോക്ലേറ്റ് ഈസ് റെഡി. ഇനി ഇതിലേക്ക് മാർഷ്മെലോസ്, ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. മാർഷ്മെലോസ് നല്ല കോമ്പിനേഷനാണ്, ഹോട്ട് ചോക്ലേറ്റ് മാർഷ്മെലോസ്. യെസ്, വിപ്ഡ് ക്രീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇതുപോലത്തെ 2 കപ്പ്, ഇതുപോലെ ഇനി ഒരു 2 കപ്പിനും കൂടെ നിറച്ചുണ്ടാവും. ഏകദേശം ഒരു 4-5 കപ്പ് അടുപ്പിച്ച് വരും. ഓക്കെ, വാവ്, പൊടുവിന് കൊടുക്കാം. പക്ഷെ ഇത് ഭയങ്കര ചൂടാണ്. ഇറ്റ്സ് ഹോട്ട് ചോക്ലേറ്റ്. അതാണ്. അയ്യോ, ചൂട്. ദിസ് ഈസ് ഹോട്ട് ചോക്ലേറ്റ് with marshmallows. See baby, ഇത് പുടുവിൻ്റെ സ്പൂൺ, ദിസ് ഇസ് അനു സ്പൂൺ. മിക്സ് ചെയ്യണ്ടല്ലോ? വേണ്ട, അത് പക്ഷേ അന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അയ്യോ, ചൂട് മോനെ, ചൂട്. ഒന്ന് കാണിച്ചു കൊടുത്തേ, ക്ലോസ് കോരി. വാവ്, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാർഷ്മെലോസ്. എനിക്ക് മാർഷ്മെലോ വലിയ ഇഷ്ടമല്ല, ഞാൻ പിന്നെ അതിനൊരു അയ്യോ മോനെ സീനിക് ബ്യൂട്ടി കിട്ടുന്നേ ഉള്ളൂ. hot, it's very hot. What is hot? പുടു സെക്സ് ആയിട്ട് എങ്ങനെയുണ്ടല്ലോ, ടേസ്റ്റ് ചെയ്തോ? നോക്കട്ടെ, 3 നേരം. പുടു
വേണ്ടേ? ഹായ് ടേസ്റ്റി യമ്മി യമ്മി യു വാണ്ട് ദിസ്? എന്നാ വേണ്ട. അങ്ങനെയുണ്ട്. അനുവിന് മാഷ്മലോ വലിയ ഇഷ്ടമായതുകൊണ്ട് കുറച്ച് മാഷ്മലോ അതിലേക്ക് മിക്സ് ചെയ്താൽ അതിങ്ങനെ മെൽറ്റ് ചെയ്ത് തുടങ്ങും. മെൽറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് ഞാൻ കഴിക്കാൻ പോണു. പുടുവിനായിരുന്നില്ല. തമ്മടെ വാങ്ങിക്കാം. അവരെല്ലാം കൈ ഇടണം. അയ്യോ മാഷ്മലോ എടുത്ത് സെപ്പറേറ്റ്. അയ്യോ മോനെ കൈ മുക്കല്ലേ കുഞ്ഞെ. വാവ് വാവ് നൈസ്. സ്വന്തമായിട്ട് കഴിക്കണം. ഓക്കെ നോക്കാനും കാണിക്കുന്നത് അതിൽ മുക്കി ചോക്ലേറ്റിൽ മുക്കിയിട്ട് മാഷ്മലോ കഴിക്കുന്നു. ദാറ്റ്സ് നൈസ്. ഇഷ്ടമായ മോനെ? ഓക്കെ വാവ് വെരി ടേസ്റ്റി. സൂപ്പർ ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ്. ഇനിയിപ്പോൾ വരുമല്ലോ മാഷ്മലോ തപ്പി തന്നത്. അല്ല ഓക്കെ എടുത്തിട്ട് ഓക്കെ ടേക്ക് യോർ. അതിൽ മുക്കി കൈ. ഓക്കെ അമ്മ ഇങ്ങോട്ട് നീക്കി തരാം. ഓക്കെ ഇറ്റ്സ് വെരി ഹോട്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയല്ലേ? ഭയങ്കര യമ്മി. ഉണ്ടാക്കി കഴിക്കണേ. മസ്റ്റ് ട്രൈ ആണ്. നമ്മളൊരു കഫേയിൽ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇല്ലേനു. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരമൊക്കെ തിക്ക് ദിസ് ഇസ് തിക്ക് ഇറ്റാലിയൻ ഹോട്ട് ചോക്ലേറ്റ്. ഇതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിൽ മധുരമൊക്കെ നമ്മുടെ ഇത് ഇച്ചിരി ഞാൻ കുറച്ചുകൂടെ സ്വീറ്റർ ആക്കിയിട്ടുണ്ട്. സാധാരണ കടയിൽ അത്രയും സ്വീറ്റ് ആയിരിക്കില്ല. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിക്കാതൊരു തരാം വെയിറ്റ്. അതെ അനുവിന് മാഷ്മലോസ് എക്സ്ട്രാ തരാം. എൻ്റെ ഫേവറേറ്റ് അല്ല മാഷ്മലോസ്. ഓ yeah baby tasty you want this മുക്കി കഴിക്കണം. You like it? Yes, finished. Okay? Yeah, I like it. Finished. Wow. ഞാൻ കഴിഞ്ഞിട്ടില്ല. ഇവൻ ഇതിൽ ഡിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടെ നോക്കുവാനെ ഇതിങ്ങനെ കഴിച്ചു നോക്കൂ. ഇറ്റ്സ് വെരി യമ്മി. ഓഹോ ഇപ്പം ഭയങ്കര ചോക്ലേറ്റ് ഫാനാണ്. ഇറ്റ്സ് ഓവർ. ദേ അനു അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഹായ് പറയൂ. ഇവിടെ വന്ന് പൂടോ ഹായ് പറയാൻ വന്നതാണ്. ക്യാമറയുടെ സൈഡിൽ നിന്ന് ഹായ് പറയുന്നു. യെസ് നല്ല ഭംഗിയുണ്ട്. കപ്പ് ആൻഡ് സോസറായിട്ട് തന്നെ വാങ്ങിച്ചു ഫുൾ സെറ്റ്. ഇതുപോലെ ഒരു 3 കപ്പിന് ഏകദേശം ഉണ്ട്. വിഷ്ണു വരുമ്പോൾ കൊടുക്കാം. എന്നിട്ട് അനുവിന് വീണ്ടും കുടിക്കാം വൈകുന്നേരം. അപ്പോൾ ചൂടാക്കോ? ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യാം. മൈക്രോവേവിൽ വയ്ക്കാം. ഡിങ്കിരിക്കിരി എങ്ങനെയാണ്? ഹായ് നോക്കട്ടെ. നമ്മുടെ പൊന്നു ഹായ് എങ്ങനെ പറയും? ഡാൻസ്. അങ്ങനെ ഞാനും അനുക്കുട്ടിയും പുടുമോളും കൂടി നല്ല ഹോട്ടായിട്ട് ഇറ്റാലിയൻ സ്റ്റൈൽ ഹോട്ട് ചോക്ലേറ്റ് എല്ലാം കഴിച്ചിട്ട് കുടിച്ച് വളരെ ഹാപ്പി ആയിട്ട് കുറേ നേരം നമ്മൾ ഏതാണ്ട് ഉച്ച വരെ ഇതിൻ്റെ പിന്നാലെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് വിഷ്ണു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കിന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്തി. ലഞ്ചെല്ലാം കഴിഞ്ഞു. വിഷ്ണുവിനും ഹോട്ട് ചോക്ലേറ്റ് എല്ലാം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാനും വിഷ്ണുവും പുടുമോളും മാത്രം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അനുക്കുട്ടി ഇപ്പോൾ വരുന്നില്ല എന്ന് പറഞ്ഞു. കുറച്ച് ജോലി ഉണ്ടായിരുന്നു അനുവിനവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ പോയതാണ്. സാധാരണ എല്ലാ ദിവസവും വിഷ്ണുവാണ് പുടുമോളെയും കൊണ്ട് ഇങ്ങനെ പ്ലേ ഏരിയാസിൽ കൂടുതലും പോകുന്നത്. ഇന്ന് ഞാനൊന്ന് കാണാനായിട്ട് അവരോടൊപ്പം ഇറങ്ങുകയാണ്. പുടുമോളുടെ സന്തോഷവും പ്ലേ ഏരിയയിലെ കളിയൊക്കെ. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തുള്ളൊരു മോളിലെ പ്ലേ ഏരിയ. നല്ലൊരു പ്ലേ ഏരിയ. നൈസ്. ഇത് ഏത് മോളാണ് പിന്നെ? അവന്യൂ മോൾ. അതിനകത്തുള്ള ഏരിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. Wow, baby! Wow, Budu! Fire! Oh, അതാണല്ലോ പുടുവിന് ഇഷ്ടം. Oh, fire! Help! Oh no! Help! Yeah, go! Fire! Go! Fire! Wow! Thank you. പ്ലേ ഏരിയ അടിപൊളി അല്ലേ? നൈസ്.
Fire! This is cookie. Oh no. നെക്സ്റ്റ് ടൈം വരുമ്പോൾ പെയിൻറ്റിങ്, ക്രാഫ്റ്റ് വർക്ക്, ക്ലേ മോഡലിങ് ഇതെല്ലാം കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും. നെക്സ്റ്റ് ടൈം ഒരു ഇച്ചിരി കൂടെ വലുതാവും, ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ ഉടനെ അതും കൂടി ഇൻവോൾവ് ചെയ്യാം. അത് സെപ്പറേറ്റ് നമ്മൾ പേ ചെയ്താൽ മതി. ഇതൊരു ഏരിയ ടീപ്പ്, ഇത് വേറെ പ്ലേയിങ് ഏരിയ, പ്ലേ ടീ പാർട്ടി. വാവ്, സോ മെനി കുക്കീസ്, കിച്ചൺ അങ്ങനെയല്ല. ഓ നൈസ്. ഭയങ്കര മെന്യു, കഫേ, അവരുടെ ഒരു കളി ഏരിയ ആണ്. യെസ് എല്ലാം ഭയങ്കര. ഇത് അവർക്ക് തന്നെ ഫാൻസി ഡ്രസ്സിങ്ങിൻ്റെ ഒരു ഏരിയ ഉണ്ട്. അതിൽ നിന്നാണ് പുഴു ഇപ്പോൾ ഫയർമാൻ്റെ വേഷത്തിൽ വന്നത്. അവരിട്ട് കൊടുത്തു. ഇത് മറ്റേ ഫെയറി ആയിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഇതിനകത്തുണ്ട്. പിന്നെ ഇത് കളിക്കാനുള്ള. ആഹാ നൈസ്. എവിടെ പോയി ആള്? പുടു വേറെ അറിയോ? ഓടി. പക്ഷെ ഭയങ്കര സേഫാണ്. എഴുത്ത് വഴി പോയാലും പ്രശ്നമില്ലതെ സ്വന്തമായിട്ട് ഓടി പോകുന്നു. സ്ലൈഡുകൾ പലതരം. വാവ്, പുടു വേറെ അറിയോ? ഓ വരുന്നു കമ്മിങ്. അതുവഴി കയറി കറങ്ങി വരികയാണ്. ഇപ്പോൾ സ്ലൈഡ് ചെയ്ത് ഇവിടെ എത്തും. ചെറിയ സ്ലൈഡ്സ് ഉണ്ട് ഇവിടെ കൂടി വരണമെങ്കിൽ. ഇത് വലുത്. ഹായ് ബേബി Podo! Come on! Wow! Success! Success! Oh, Podo ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. Yes, baby. What happened? Endui? Apple. Oh, it's an apple. Wow. Oh, apple. Corn. Okay, corn. La അറിയാപ്പോ apple corn. യെസ്, അങ്ങനെ ഒരുപാട് ഏരിയ ആണ് ഇത്. ഇത്ര ഇങ്ങനെ പ്ലേ ഏരിയ ആണ്. കുട്ടികൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. അത് നോ ദിസ് സൈഡ് കം വൈ. ഇതുവഴി കം ദിസ് വേ. അമ്മമ്മ കം. യെസ് ദാറ്റ് ഇസ് സ്ലൈഡ്. യു കാൻ ഗോ ദാറ്റ് സൈഡ്. ഓക്കെ യെസ് ഓക്കെ കം ഹിയർ. സോ യു ആർ കമ്മിങ്. ഓക്കെ, ഒന്നും പേടിക്കണ്ട, വീണാലും പേടിക്കണ്ട. ഫ്ലോറിംഗ് എല്ലാം അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മോനെ യു ആർ ഗോയിങ് അഗെയിൻ. ഓക്കെ പൊയ്ക്കോളൂ. ഓക്കെ. ഓടി പോവാ. നമ്മുടെ അവിടെ ഒന്നും ഇത്രയും നല്ല സംവിധാനങ്ങളില്ല. ഇതിവിടെ ഓരോ മോളിലും ഇങ്ങനെ പ്ലേ ഏരിയാസ് ഉണ്ട്. അപ്പം അച്ഛനമ്മമാർക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകണമെങ്കിൽ കുട്ടികളെ ഇവിടെ വിട്ടിട്ട് വേണമെങ്കിൽ ധൈര്യമായിട്ട് പോവാം. അവർ നോക്കിക്കോളും. അവരുടെ ആൾക്കാരും ഉണ്ട് ഇവിടെ, ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ എല്ലാം ക്ലൈംബ് ചെയ്താണ് പോണേ. ഭയങ്കര നല്ല എക്സസൈസുമാണ്. ഇവരെല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടെ. സേഫാണ് ഇവിടെ. ഇതിപ്പോൾ ഒരു 70 dirhams per hour. Yay! Wow! Success! ഇതിപ്പോൾ ഞാനും വിഷ്ണു കൂടി വരുന്നത്. വിഷ്ണുവാണ് എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു പ്ലേ ഏരിയയിൽ പൊടുവിനെ കൊണ്ടുപോകും. ഇന്നിപ്പോൾ ഞാനും കൂടി വന്നു. ഞാൻ ഏതോ ഒരു പ്രാവശ്യം ഞങ്ങളുണ്ടായിരുന്നു, ഞാനും അനു, ആ ഷോപ്പിംഗ് മാളിൽ. പക്ഷേ ഇപ്രാവശ്യം ഷോപ്പിംഗ് ഒന്നും വലിയ പ്ലാനില്ല. പൊടുവിൻ്റെ കൂടെ വന്നതാണ് എനിക്കിത് കാണാൻ. അവനൊരു അമ്മാമ്മയും കൂടി വരണം എന്നൊരു ഭയങ്കര പ്ലാനായിരുന്നു. കാണിക്കാനായിരിക്കും എന്നെ കാണിച്ചത്. എന്നിപ്പാ വിഷ്ണുവാണ് കൊണ്ടുപോകാൻ തുടങ്ങിയത്. ഓ നോ, യു കാൻ ഗോ ദാറ്റ് വേ. യെസ് കറക്റ്റ്, റൈറ്റ് വേ. റൈറ്റ് വേ. അതൊക്കെ മനസ്സിലാക്കി. ഓ യെസ്, ഗുഡ്. കൊടുക്കാം, കളിച്ചോളൂ. ഇത് കുറച്ചുകൂടി ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും. പക്ഷെ അവനും ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. നമ്മൾ സോക്സ് ഇട്ടുകൊണ്ടേ അകത്ത് നിൽക്കാൻ പറ്റുള്ളൂ. പേരൻസിനൊക്കെ കമ്പനി ചെയ്യാം. നാനീസ് ഉണ്ടെങ്കിൽ അവർക്ക് കൂടെ വരാം. ഒരു റെസ്ട്രിക്ഷനും ഇല്ല. കാലിൽ ചെരുപ്പിന് പകരം ഷൂസ് ഊരിയിട്ട് സോക്സ് ഇടണം. അതിവിടെ കിട്ടും. അല്ലെങ്കിൽ നമ്മൾ മേടിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. പിക്കോളി ബ്രാൻഡ് ഒക്കെ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വയ്ക്കുന്നത്. ട്രെയിൻഡ് പീപ്പിൾ. ഓ അവനാ ചെറിയ സ്ലൈഡിൽ കയറി. നൈസ്.
കളിച്ച് കളിച്ച് അവിടെ എത്തി. വാവ് പുടു. Wow, you're flying. Kudu is flying. സക്സസ്. യെസ് സക്സസ്. അവിടെ കിടന്ന് വിളിക്കുന്നത് സക്സസ്. പ്ലെയിൻ എന്താ കേട്ടോ അവൻ ചോദിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പ്ലെയിൻ. ഓ പ്ലെയിൻ. സ്റ്റിയറിംഗ് ഇട്ട് ഒരേ കറക്കം. ഓ മോളെ ലുക്ക്. യെസ് നൈസ്. വാവ് പ്ലെയിൻ. ഓക്കെ സ്റ്റോപ്പ്. ഇതിനകത്ത് തന്നെ ഒരു കഫേ അതെ എൻ്റെ സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കുടിക്കോ കഴിക്കോ ഒക്കെ ചെയ്യാം. മിൽക്ക് ഷേക്സ്. ഓക്കെ ബ്രൗണീസ്. ഹോം മെയ്ഡ് ആണോ? മാർബിൾ കേക്ക് ആൻഡ് ബ്രൗണീസ്. നൈസ്. വല്ലതും വേണോ? Hot coffee. Popcorn. Hot chocolate. ഓക്കെ അവൻ ഇത് കണ്ടിട്ടൊന്നും പറഞ്ഞില്ലേ ലോലിപോപ്സ് അങ്ങനത്തെ സാധനങ്ങൾ. സോർ ആൻഡ് സ്വീറ്റ്. ഇതിനകത്ത് കേട്ടോ ഈ കഫേ. ഓ ദിസ് ഇസ് ദ മോളിൻ്റെ പെയിൻറ്റിങ്ങിന്. ഇത് ക്രാഫ്റ്റ് വർക്ക് അല്ലേ? പിക്കോളി എന്നാണ് എൻ്റെ ഈ ഒരു ഇവരുടെ ബ്രാൻഡ്. ഒരു 4-5 ഔട്ട്ലെറ്റ്സിൽ ഇവർക്കുണ്ടെന്നാണ് പറഞ്ഞത്. ബ്രാഞ്ചസ് Paint and canvas. എല്ലാം ഉണ്ട് അല്ലേ? കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം. Clay ഉണ്ടാക്കും. Live ആയിട്ട് ഉണ്ടാക്കിയിട്ട്. ഓക്കെ അതൊരു ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണല്ലോ. Pot painting. ഹോട്ട് പെയിൻറ്റിങ് കൊള്ളാം അല്ലേ? നൈസ്. ആ ഡ്രസ്സൊക്കെ ഇടിച്ചിട്ട്. ഓക്കെ ഓക്കെ എവിടെയാണ്? ഓക്കെ പുടു പുടു പുടു. ഈ ബോൾ എടുത്ത് ഇതുവഴി അപ്പുറത്തോട്ട് എഴുതും. ഹായ് ബേബി. ഹായ് ബേബി. Take mama's photo. Wow. Smile. Wow, taking photos. ആ ശബ്ദം ക്ലിക്കിംഗ് അല്ലേ? ഓക്കെ പോസ് പോസ് Pause. പോസ് ഫോർ എ ഫോട്ടോ. പോടോ. അയ്യോ അതാവോ. Yay! Success. Success. Yeah, we are going back. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുന്നു. ദിസ് ഇസ് ദ മോൾ. ഇതിനകത്തായിരുന്നു പ്ലേ ഏരിയ. ഇവിടെ ഒരു കാഫോറുണ്ട്. ഞങ്ങൾ കാഫോറിനകത്തുനിന്ന് കയറി Yung kinakain niya. ഇറങ്ങുന്നു. കൊടുവിനൊരു Ayun din kunin ഐസ്ക്രീം. ng nanay. അങ്ങനെ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഈ പ്ലേ ഏരിയയിലും ഈ ഷോപ്പിംഗ് മാളിൽ അധികം നിന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പ്ലേ ഏരിയയിൽ തന്നെ ആയിരുന്നു. പൊടുമോള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അടിച്ചു പൊളിച്ചു. പ്ലേ ഏരിയയിലൊക്കെ കളിച്ച് തിമിർത്തിട്ട് ഒരു ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് നമ്മൾ വീട്ടാവശ്യത്തിന് കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അതും കൂടി മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി എന്നെയും പൊടുമോളെയും വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വിഷ്ണു തിരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചെറിയ കൊച്ചു സന്തോഷങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്തത് ഞങ്ങളുടെ വീട്ടിലെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.